പക്ഷേ നമുക്ക് തന്നെ ഇടയ്ക്ക് ഇത് മതി, നിർത്തിയിട്ട് പോവാം, ശരിയാവുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് എപ്പോഴെങ്കിലും വന്നിരുന്നോ? എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമാകുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ചെറിയ ടൈം സ്പാനിൽ ഞങ്ങൾ രണ്ട് നിൽക്കുക എന്ന് പറയുന്നത് എനിക്കൊരു മെൻ്റലി പ്രശ്നമാണ്. ദെൻ പുറത്തുള്ളവർക്ക് അതിനെക്കാട്ടി വലിയ പ്രശ്നമാണ്. ഭർത്താവ് ഉപേക്ഷിച്ചതാണോ, നിങ്ങൾ രണ്ടുപേരും പിണങ്ങിയതാണോ, എന്താ രണ്ടുപേരും രണ്ടിടത്ത് നിൽക്കുന്നത്, ഒരു ഫംഗ്ഷന് പോകുമ്പോഴും രണ്ടുപേരും ഒന്നിച്ചില്ലാതിരിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് കേൾക്കേണ്ടി വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം കൂടി ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനിനി പഠിക്കുന്നില്ല, അവൾ ആരെയും തീരുമാനിച്ചായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് എന്നോട് പറഞ്ഞത്, ഇത്രയൊക്കെ പഠിച്ച ആളിന് 3-4 പേരെ സർവീസിൽ കയറ്റിയ ആളിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസം എന്നെക്കാട്ടി കൂടുതൽ ആ പാവത്തിനുണ്ടായിരുന്നു. ആൻഡ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ KS വന്ന് എഴുതുന്നതും സിവിൽ സർവീസിൻ്റെ പ്രിപ്പറേഷന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതും. ആൻഡ് അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഹാപ്പി ആയിരുന്നു. അത് ഞാൻ ആരോടും പറഞ്ഞില്ല. വളരെ കുറച്ച് ആൾക്കാരുടെ, അതായത് ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നു അറിയാവുന്ന ആൾക്കാരോട് മാത്രം പറഞ്ഞു. ആൻഡ് ഞാൻ എൻ്റെ റോൾ നമ്പറിൽ പോയിട്ട് റോൾ നമ്പർ നോക്കിയപ്പോൾ എൻ്റെ റോൾ നമ്പർ കിടക്കുന്നു മെയിൻ ലിസ്റ്റിൽ. ഞാൻ ആദ്യം വിളിച്ച് പറയുന്നതും എൻ്റെ ഹസ്ബൻഡിനോടാണ്. അപ്പോൾ പുള്ളി ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ എന്നെ ഈ തിരിച്ചു വിട്ടതിൽ പുള്ളി ഹാപ്പി ആയി എന്നുള്ളതായിരുന്നു എൻ്റെ ഈ ജേർണിയിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. പിന്നെ ഇൻ്റർവ്യൂ കിട്ടി. ഇപ്പോൾ റാങ്ക് ലിസ്റ്റിൽ വന്നതിന് ശേഷം പല ആൾക്കാരും വീട്ടിൽ വരികയും കഴിഞ്ഞ ദിവസം ശിവൻകുട്ടി സാറൊക്കെ വന്നിരുന്നു. അപ്പോൾ കൂടെ വിളിച്ച് നിർത്തി ആദരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പാവം എന്നെ പറഞ്ഞു വിട്ടതിന് എന്തെങ്കിലുമൊക്കെ ബലമുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം എൻ്റെ മനസ്സിലുണ്ട്. പിന്നെ കൂടെ നിൽക്കുമ്പോൾ ഇത്രയും നാൾ കളിയാക്കിയവരൊക്കെ ഇപ്പോൾ വിളിച്ച് കൺഗ്രാറ്റ്സ്, വരിക കിട്ടിയല്ലോ, എല്ലാവരും ഒക്കെ ഗ്രൂപ്പിലും ഒക്കെ ഇടുമ്പോൾ ഇത്രയും നാൾ ഈ കേട്ടതിനൊക്കെ എന്തെങ്കിലും ഒരു കാര്യം തിരിച്ചു കൊടുക്കാൻ പറ്റിയല്ലോ, ഒരു വാലിഡേഷൻ ആയല്ലോ ഇങ്ങനെ ചെയ്തതിനെന്നുള്ളൊരു സമാധാനം എൻ്റെ മനസ്സിലുണ്ട്.